ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മംസ് ഡെയിലി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ചോക്ലേറ്റ് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമ്മുടെ വീട്ടിലുള്ള ചായപാത്രത്തിൽ അതും മിക്സിയിലെ ചേരുവകളെല്ലാം അടിച്ച് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ചോക്ലേറ്റ് കേക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് മിക്സിയുടെ ഒരു ജാർ എടുത്തിട്ടുണ്ട്. ഇതിനകത്തോട്ട് ഒരു മുട്ട ഒന്ന് പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. നമ്മൾ മുട്ടയുടെ മഞ്ഞയും വെള്ളയും ഒരുപോലെ തന്നെ ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് പഞ്ചസാര, 1/2 കപ്പ് പഞ്ചസാര. ഇത് തരികളോട് കൂടിയിട്ടുള്ള പഞ്ചസാര തന്നെയാണ്. ഇത് നമ്മൾ മിക്സിയിൽ ഇത് രണ്ടും കൂടെ മാത്രം, വേറെ ഒന്നും ചേർക്കുന്നില്ല. ഇത് രണ്ടും കൂടെ നന്നായിട്ട് തന്നെ ഒരു മിനിറ്റ് സമയം എടുത്തിട്ട് തന്നെ നമുക്കിതൊന്ന് അടിച്ചെടുത്തിട്ട് വരണം. അപ്പോൾ ഇതാ ഇവിടെ 1 മിനിറ്റ് ഓളം ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട്. കണ്ട അത്യാവശ്യം ഒന്ന് പതഞ്ഞ് കുറച്ചൊന്ന് തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് 1/4 കപ്പ് ഓയിൽ, ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഒലീവ് ഓയിൽ എടുക്കാം, അല്ലെങ്കിൽ ഈ ഒരു ഓയിലിന് പകരം നമുക്ക് ബട്ടർ ആണെങ്കിലും ചേർക്കാം. പക്ഷെ അത് റൂം ടെമ്പറേച്ചറിലായിരിക്കണം എന്ന് മാത്രം. പിന്നെ ചേർക്കുന്നത് 1/4 കപ്പ് പാലാണ്. ഇതും റൂം ടെമ്പറേച്ചറിലുള്ള പാലാണ്. പിന്നെ ചേർക്കുന്നത് 1/2 ടീസ്പൂൺ അല്ലെങ്കിൽ 3/4 ടീസ്പൂൺ വരെ ആവാം വാനില എസൻസ്. ഇനി വാനില എസൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ അതിന് പകരം നമുക്ക് ഏലക്കയുടെ 1-2 ഏലക്കയുടെ കുരു ചേർത്ത് കൊടുക്കാം. അടുത്തത് ഇതിനകത്തോടെ ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ആണ് ചേർക്കുന്നത്. 1 ടീസ്പൂൺ, ജസ്റ്റ് നമ്മുടെ കുഞ്ഞ് ടീസ്പൂൺ ഉണ്ടല്ലോ, അത് ഒരെണ്ണം കാപ്പിപ്പൊടി. അത് ഏത് കാപ്പിപ്പൊടി വേണമെങ്കിലും ഉപയോഗിക്കാം. ആ കാപ്പിപ്പൊടിയും കൂടെ ചേർത്ത് ഒന്നും കൂടെ മിക്സിയിലൊന്ന് അടിച്ചെടുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ ബാറ്റർ ഒരു ബൗളിനകത്തോട്ട് ഇത് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് പൊടികളൊക്കെ ചേർക്കണം. അതിനായിട്ട് ഞാനൊരു അരിപ്പ വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ടാണ് ആദ്യം പൊടികളൊക്കെ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് 1 കപ്പ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്കിത് റവ വെച്ചിട്ടും മൈദപ്പൊടി വെച്ചിട്ടൊക്കെ ഉണ്ടാക്കാം കേട്ടോ. ഈ ഒരു ഗോതമ്പ് പൊടി 1 കപ്പ് ചേർക്കുമ്പോൾ 1.5 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ചേർക്കുന്നുണ്ട്. ഈ പാൽപ്പൊടി തികച്ചും ഓപ്ഷണലാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർക്കുക. പിന്നെ ഇതൊരു ചോക്ലേറ്റ് കേക്ക് ആയതുകൊണ്ട് നമ്മൾ ഇതിനകത്തോട്ട് 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും കൂടെ ചേർത്തിട്ടുണ്ട്. ഞാനിവിടെ ഡാർക്ക് കൊക്കോ പൗഡറാണ് എടുത്തിരിക്കുന്നത്. ഏത് കൊക്കോ പൗഡർ ആണെങ്കിലും കുഴപ്പമില്ല, നമുക്കത് ചേർത്ത് കൊടുക്കാം. പിന്നെ 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ. ഇതിനകത്ത് ബേക്കിംഗ് സോഡ ചേർക്കുന്നില്ല. ഇത്രയും കാര്യങ്ങൾ മാത്രം ചേർത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. പിന്നെ ഈ പാൽപ്പൊടി ചേർക്കാത്തത് കൊണ്ട് ഉണ്ടാക്കാതിരിക്കരുത് കേട്ടോ. പാൽപ്പൊടി ചേർത്തില്ലെങ്കിലും ഇതിന് നല്ല സ്വാദ് തന്നെയാണ്. പിന്നെ ഇതൊക്കെ ചേർക്കുന്നത് എക്സ്ട്രാ ഒന്ന് റിച്ച്നെസ് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ്. ഇനി ഇതൊന്ന് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യണം. ഇനി നമുക്ക് പാൽ ഒഴിക്കണം, കാരണം ഇത്രയും മതിയാവില്ല. പാല് പിന്നീട് ഒഴിക്കാം. അത് നമ്മൾ എടുക്കുന്ന പൊടിക്കൊക്കെ അനുസരിച്ച് പാല് ഒഴിക്കണം വേണ്ടോ എന്നുള്ളതൊക്കെ തീരുമാനിക്കാം. പിന്നെ പാലിന് ഒത്തിരി ഇഷ്ടമല്ല ഒരു ഫ്ലേവർ എന്നുണ്ടെങ്കിൽ അതിന് പകരം നിങ്ങൾക്ക് വെള്ളമാണെങ്കിലും റൂം ടെമ്പറേച്ചറിലുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഒരിക്കലും തണുത്തതൊന്നും ചേർക്കരുത് കേട്ടോ. പ്രത്യേകിച്ച് ഈ കേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മളെല്ലാം റൂം ടെമ്പറേച്ചറിലുള്ളതാണ്. അതായത് ഫ്രിഡ്ജിൽ നിന്ന് നേരിട്ട് എടുത്തിട്ടുള്ള പാല്, ബട്ടർ ഇതൊന്നും ഉപയോഗിക്കരുത്. അതൊക്കെ റൂമിൽ വെച്ച് ആ ഒരു തണുപ്പൊക്കെ ആറിയിട്ടുള്ള ആ ഒരു സംഭവം മാത്രമേ നമ്മൾ ഈ കേക്കുകളിൽ ചേർക്കാൻ പാടുള്ളൂ. അപ്പോൾ ഞാനിതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ബാറ്റർ ഇരിക്കുന്നത്. ഇച്ചിരി കട്ടിയായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ അതൊന്ന് ഒരു കേക്കിൻ്റെ കൺസിസ്റ്റൻസിയിലോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമുക്ക് പാലൊഴിക്കാം. ഞാനിപ്പോൾ ആദ്യം ഒരു 1/4 കപ്പ് പാലൊഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ ഒരു പാലൊഴിച്ച് നന്നായി മിക്സ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഞാൻ മൊത്തം 1/2 കപ്പ് പാലൊഴിച്ചിട്ടാണ് നമുക്ക് ഈ ഒരു കേക്കിൻ്റെ ബാറ്ററിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസിയിലോട്ട് കിട്ടിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഞാൻ ആവശ്യത്തിനുള്ള പാലൊഴിച്ച് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ കണ്ടോ, നല്ല എന്താ പറയുക, പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതൊരു ചായപാത്രത്തിലാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. അല്ലെങ്കിൽ കേക്ക് ടീനിലോ ഇങ്ങനെ വേണമെങ്കിലും ഉണ്ടാക്കാം. അപ്പോൾ കേക്ക് ടീന് ഒന്നും ഇല്ലാത്തവർക്കാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ചായപാത്രത്തിൻ്റെ പിടിയൊക്കെ ഒന്ന് അഴിച്ച് മാറ്റുക. എന്നിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞാൻ ഇതിലൊന്ന് അല്പം എണ്ണ ഒന്ന് തടവി കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ ബട്ടർ ആണെങ്കിലും ഒരു ബ്രഷ് വെച്ചിട്ടോ അല്ലെങ്കിൽ കൈ വെച്ചിട്ടോ ഒന്ന് തടവി കൊടുക്കാം. എന്നിട്ട് ഞാൻ ഇതിനകത്തോട്ട് ബട്ടർ പേപ്പറാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ബട്ടർ പേപ്പർ അല്ലെങ്കിൽ പാച്ച്മെൻറ്റ് പേപ്പറൊക്കെ ചേർക്കാം. ഞാനിപ്പം ഇവിടെ ഒരു പാച്ച്മെൻറ്റ് പേപ്പറാണ് കേട്ടോ, ബട്ടർ പേപ്പർ അല്ല, പാച്ച്മെൻറ്റ് പേപ്പർ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി അതില്ലാത്തവർക്ക് എന്ത് ചെയ്യും എന്നൊക്കെ എന്നോട് കുറേ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ലിങ്കും ഞാൻ ഈ ഒരു ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നമ്മുടെ വീട്ടിൽ തന്നെ ഒരു A4 ഷീറ്റ് പേപ്പറും അതുപോലെ തന്നെ കുറച്ച് എണ്ണയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ബട്ടർ പേപ്പർ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്തോട്ട് നമ്മുടെ ബാറ്റർ ഒന്ന് ഒഴിച്ചു കൊടുത്ത് ഒന്ന് നന്നായിട്ട് തന്നെ ഒന്ന് തട്ടി കൊടുക്കണം. എങ്കിലാണ് ഇതിനകത്തുള്ള എയർ ബബിൾസ് ഒക്കെ പോയി നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കായിട്ട് നമുക്ക് കിട്ടത്തുള്ളൂ.
അപ്പം ഞാനിത് നന്നായിട്ട് തന്നെ ഒന്ന് തട്ടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഇവിടെ റെഡിയാണ്. ഒഴിച്ച് ടിന്നൊക്കെ അല്ലെങ്കിൽ ഈ ഒരു പാത്രം ഇവിടെ റെഡിയാണ്. ഇനി നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാനായിട്ട് ഒരു പാത്രം എടുത്തിട്ടുണ്ട്. നല്ല കുഴിയുള്ള ഒരു പാത്രം എടുക്കുക. ഇത് ഞാൻ 5 മിനിറ്റോളം മീഡിയം ഫ്ലെയിമിൽ നന്നായിട്ട് ചൂടാക്കിയിട്ടുള്ളൊരു പ്രീ ഹീറ്റ് ചെയ്തിട്ടുള്ളൊരു പാത്രമാണ്. ഇനി ഇതിനകത്തോട്ട് നമുക്കൊന്ന് ഈ ഒരു കേക്കൊക്കെ ഒഴിച്ച് വെച്ചിട്ടുള്ള പാത്രം ഇറക്കി വെക്കുക. എന്നിട്ട് ഇതാ മൂടി വെക്കുക. ഇനി നമുക്കൊരു 25 മിനിറ്റോളം മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇത് നന്നായിട്ട് തന്നെ ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം നോക്കാം. അപ്പോൾ നമുക്ക് 25 മിനിറ്റ് കഴിഞ്ഞിട്ട് നോക്കാം. ഇതാ ഇവിടെ 25 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കിയായിരുന്നു കേട്ടോ ഞാൻ, ഒരു 20 മിനിറ്റ് ആയപ്പോൾ. അന്നേരം ഇച്ചിരി ഒട്ടിപ്പിടിക്കുന്ന പോലെ തോന്നി. അപ്പോൾ കറക്റ്റ് 25 മിനിറ്റാണ് മീഡിയം ഫ്ലെയിമിൽ എനിക്ക് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇനി നമുക്കിതിനകമൊക്കെ വെന്തോന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ ഒരു നല്ല ചൂടുണ്ട് കേട്ടോ, കൈയൊന്ന് ചെറുതായിട്ടുണ്ട് പൊള്ളിപ്പോയി. ഈ ഒരു ഇതൊന്ന് കണ്ടോ, ഈ ഒരു ടൂത്ത് പിക്കർ വെച്ചൊന്ന് കുത്തിയെടുക്കുമ്പം നല്ല ക്ലീനായി വന്നിട്ടുണ്ട്. അപ്പോൾ അകമൊക്കെ വെന്തിട്ടുണ്ട്, ഒട്ടിപ്പിടിക്കുന്നൊന്നുമില്ല. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൗണ്ടർ ടോപ്പിലോട്ട് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാറി പറ്റുന്ന പോലെ ഒന്ന് ചൂടാറട്ടെ. അപ്പോൾ ഇതാ ചൂടൊക്കെ ആറി വന്നിട്ടുണ്ട്. പക്ഷെ എന്നാലും പാത്രത്തിന് നല്ല ചൂടുണ്ട് കേട്ടോ. ഞാനിനി ഇത് വേറൊരു പാത്രത്തിലോട്ട് ഒന്ന് കമിഴ്ത്തിയിടുന്നുണ്ട്. അപ്പോൾ പാത്രത്തിൻ്റെ പിടിക്കൊക്കെ ഇപ്പോഴും നല്ല ചൂടുള്ളത് കൊണ്ട് ഒരു തുണിയൊക്കെ വെച്ചിട്ടാണ് ഞാനിതൊന്ന് മറിച്ചിട്ടത്. പാത്രം ഒന്ന് എടുക്കുന്നുണ്ട്. കണ്ടോ, നല്ല ക്ലീനായിട്ട് ഒട്ടും ഒട്ടിപ്പിടിക്കാതൊക്കെ കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് തിരിച്ചിട്ട് നോക്കാം. അപ്പോൾ ഇതാ നമ്മുടെ കേക്ക്, നല്ല ചോക്ലേറ്റ് കേക്ക് ഇവിടെ റെഡിയാണ്. ഇതിന് ഇനിയിപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ഇഷ്ടത്തിനൊക്കെ അനുസരിച്ച് ഇതിനകത്ത് ക്രീമൊക്കെ വെച്ച് നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാം. ഞാനത് വളരെ സിമ്പിളായിട്ടുള്ളൊരു കേക്ക് കാണിച്ചെന്നേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ ഇപ്പോൾ ഒരു ലോക്ക്ഡൗൺ സമയത്തും കാര്യങ്ങൾക്കും ഒക്കെ അധികം പുറത്തൊന്നും പോകാൻ പറ്റാത്ത ആൾക്കാർക്കൊക്കെ വീട്ടിലുള്ള ചേരുവകൾ വെച്ചിട്ട് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതാ ഞാനിതൊന്ന് മുറിക്കുന്നുണ്ട് കേട്ടോ. നല്ല ഒട്ടും ഒട്ടിപ്പിടിക്കാതെ അല്ലെങ്കിൽ ഉള്ളൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഞാൻ ഈ ഒരു സമയത്ത് നല്ല അത്യാവശ്യം ചൂടുള്ള സമയത്താണ് മുറിച്ചത്. അതുകൊണ്ടാണ് അത് ഇച്ചിരി ഒരു കണ്ടോ, ഇനി ആവി ഇങ്ങനെ പറക്കുന്നത് കണ്ടോ. അപ്പോൾ ആ ഒരു ചൂട് ഇതിനകത്തുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് അത് ഇച്ചിരി ഇങ്ങനെ കണ്ടോ, ഇങ്ങനെ ഒന്ന് പങ്ങി അല്ലെങ്കിൽ പമ്മിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇത് കുറച്ച് ചൂടൊക്കെ ആറി കഴിഞ്ഞിട്ട് കഴിക്കുവാണെങ്കിൽ നല്ല സൂപ്പറായിട്ട് കിട്ടും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. എന്നിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ള അഭിപ്രായം അറിയിക്കുക. വളരെ സ്പോഞ്ചിയും വളരെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു കേക്കാണ്. അപ്പോൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. അൻറ്റിൽ ദെൻ ബൈ.